ഹലോ, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റൈസാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 2 മുട്ട. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് തന്നെ കടുക്, ജീരകം, പെരുംജീരകം, വറ്റൽമുളക്, കറിവേപ്പിലിട്ട് താളിക്കുക. ഈ എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി പാനിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. മുട്ട നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ മസാലയോടൊപ്പം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് തന്നെ വേവിച്ച് വെച്ച ചോറും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ മല്ലിയിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ലൈക്ക്, share and subscribe. Thank you.